Pedicure tub set ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു പ്രശ്നം എന്താ വെച്ചാൽ കസ്റ്റമർ കയറുമ്പോൾ അത് ഡാമേജ് ആവാനുള്ള സാധ്യത. നമുക്ക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യാൻ രണ്ടും ഒരുമിച്ച് കിടക്കും. ഇതിൽ തന്നെ വെള്ളം വരും. ഇതിന് കൺട്രോൾ ചെയ്യാനുള്ള വാൽവ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി പല തിരക്കുകൾ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. പലർക്കും നമ്മുടെ ഈ പെഡിക്യൂർ ടബ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ചാനൽ ശ്രദ്ധിച്ചറിയാം എങ്ങനെ ഒരു പെഡിക്യൂർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ചെറിയ ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു പ്രശ്നം, ഒരു പെഡിക്യൂർ ടബ് സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇരിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം അത് നമ്മുടെ ആ ചെയറുമായി ചേർന്നിരുന്നാൽ മാത്രമേ കാല് കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുകയുള്ളൂ. പക്ഷേ ചേർന്നിരിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ കസ്റ്റമർ കയറുമ്പോൾ അത് ഡാമേജ് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് ടാക്കിൾ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഒപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ്, ഈ ചാനൽ കാണുന്നവർക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞങ്ങൾ സലൂണാണെന്ന്. നമ്മൾ സലൂണല്ല, നമ്മൾ സലൂണിലേക്ക് ഉള്ള സാധനങ്ങൾ കൊടുക്കുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പാണ് മിഡാസ്. അപ്പോൾ പലരും എന്നെ ഒട്ടനവധി ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ ഇവിടെ ഹെയർ കട്ട് അല്ലെങ്കിൽ കെരാറ്റിൻ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഭയങ്കരമായിട്ട് ആളുകൾ കാണുന്ന ഒരു വീഡിയോ കെരാറ്റിൻ സംബന്ധമായിട്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും കെരാറ്റിൻ ചെയ്യാറുണ്ടോ, ചെയ്യുമോ, ഇവിടെ എങ്ങനെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ വീഡിയോസ് ഉള്ളപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ സലൂൺ നടത്തുന്നവർ മാത്രമല്ല അല്ലാത്തവരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. മെയിൻലി ഇന്ന് സലൂണിൽ, ഉറപ്പായിട്ടും സലൂണിലുള്ളവർക്കൊരു വരുമാന മാർഗ്ഗമാണ് പെഡിക്യൂർ മാനിക്യൂർ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം വളരെ എന്താ പറയുക, വളരെ ഹെൽപ്ഫുള്ളാകുന്ന, അല്ലെങ്കിൽ വളരെ ഒരു വാല്യൂ നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് പെഡിക്യൂർ മാനിക്യൂർ ഒരു കസ്റ്റമറെ സംബന്ധിച്ച്. അത് പല തരത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഹോട്ടൽസ് തന്നെ പല കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ പലരും അത് പറഞ്ഞ ഘട്ടത്തിൽ ഇത് കൂടെ പറയാം. പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ കെരാറ്റിൻ ചെയ്യുന്നതിന് എന്താണ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് വളരെ സിമ്പിളായിട്ട് പറയാറുള്ളത്, കെരാറ്റിൻ ചെയ്യാറുള്ള റേറ്റിനേക്കാളും കൂടുതൽ അത് ചെയ്യുന്ന സ്ഥലം, ഒരു സലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് മേഖലയാണ്. അവിടെ നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനാണ് അവർ ചാർജ് ഈടാക്കുക, അല്ലാതെ പ്രൊഡക്റ്റിനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു സലൂണിൽ, എല്ലാ സലൂണിലും ഒരേപോലെ ആവില്ല റേറ്റ്. അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ തരുന്ന ഫെസിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു തട്ടുകടയിൽ നിന്ന്, എല്ലാവരും പറയാറുള്ള കാര്യം തന്നെയാണ്, തട്ടുകടയിൽ നിന്ന് നമ്മളൊരു ചായ കുടിച്ചാൽ 15 രൂപ കൊടുക്കണമെങ്കിൽ നേരെ മറിച്ച് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് 150 രൂപ കൊടുക്കേണ്ടി വരും. ഇനി 150 രൂപ കൊടുത്താലും ഒരാ ചായ ചിലപ്പോൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കി കുടിക്കേണ്ടി വരും. അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് സലൂണിലും ഓരോ കാര്യങ്ങൾക്ക് അവർ നൽകുന്ന ഫെസിലിറ്റി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള ഫെസിലിറ്റി ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള ടബുകൾ, അല്ലെങ്കിൽ ആ പെഡിക്യൂറിന് വേണ്ട സെറ്റിങ്സ് പല ടൈപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനുള്ള ചില ഗുണങ്ങൾ. ഒന്ന്, നമ്മളുടെ കൈയുടെ നഖങ്ങൾ, പ്രത്യേകിച്ച് ലേഡീസിന് ആണ് മാനിക്യൂർ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ജെൻസ് ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ നഖത്തിൻ്റെ ഈ ഇടയിതും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഇതൊന്നും അത്ര ഈ പറയുന്ന നമ്മുടെ ക്യൂട്ടിക്കിൾസൊക്കെ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടു കിടക്കുക എന്നുള്ള പറഞ്ഞാൽ നമ്മളത്ര കെയർ ചെയ്യുന്നതല്ല ജെൻസിനെ സംബന്ധിച്ച് പൊതുവിൽ. ലേഡീസ് നേരെ മറിച്ചാണ്. അവർ പക്ഷേ എപ്പോഴും ഈ പാത്രം കഴിവലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് പലപ്പോഴും ആ നെയിലിൻ്റെ ആ ഭംഗി കുറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രീക്വൻ്റ്ലി ആയിട്ട് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നഖം കേടുകൂടാതിരിക്കും, ഒപ്പം ഭയങ്കര വൃത്തിയായിരിക്കും, ഒപ്പം കാണാൻ അടിപൊളിയായിരിക്കും. ആ എന്താ പറയുക, നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ നെയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം സാധാ കാണുന്ന ഒരു നെയിലിൻ്റെയും മറ്റേൻ്റെ ഒരു വ്യത്യാസം. മാനിക്യൂർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഒരു സലൂണിൽ ചെന്ന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു വർക്കാണെന്ന് ഞാൻ പറയും മാനിക്യൂർ. അത് ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിനെ വളരെ സോഫ്റ്റും, ഒപ്പം തന്നെ ഒരു എന്താ പറയുക, ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് ഇല്ലാതിരിക്കാൻ. പലരും നഖങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ പൊട്ടി ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്, അതൊക്കെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ടൈമിലുള്ള ഒരു ഇടപെടലില്ലാത്തത് കൊണ്ടാണ്. വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ നഖങ്ങളെ പരിപാലിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു
ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു സർവീസാണ് സലൂണിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാനിക്യൂർ. ഒപ്പം തന്നെ നിങ്ങളുടെ ഇത് ഭയങ്കര എന്താ പറയുക, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അത് ചെയ്തിട്ടുള്ളവർക്കറിയാം. ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് പോയി ഒന്ന് ട്രൈ ചെയ്യുക. ഏതെങ്കിലും സലൂണിൽ, നിങ്ങളുടെ അടുത്തുള്ള സലൂണിൽ പോയിട്ട് ജസ്റ്റ് മാനിക്യൂർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഒപ്പം തന്നെ പെഡിക്യൂർ, ഈ രണ്ടിലും നമ്മളുടെ നെയിലും കാര്യങ്ങളും. പക്ഷേ നമ്മുടെ ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും കാല് വൃത്തിയായിട്ടിരിക്കും. പലരും ഷൂസ് ഉപയോഗിക്കുന്നവരുണ്ടാവും, അല്ലാതെ ചെരുപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഞാൻ കൂടുതലും കംപ്ലീറ്റ് സമയം ഷൂസാണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളൊരു പെഡിക്യൂർ ചെയ്താൽ നമ്മുടെ നെയിലിൻ്റെ, പ്രത്യേകിച്ചും കാലിൻ്റെ ക്യൂട്ടിക്കിൾസ്, ഒപ്പം നമ്മുടെ ഡെഡ് സ്കിന്ന്, ഇതൊക്കെ റിമൂവ് ചെയ്യും. ഒപ്പം നല്ലൊരു മസാജ് കൂടി നമുക്ക് സലൂണിൽ പോയി പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും. അത് ഒന്ന് ഫീൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ അതിനൊരു റിലാക്സ് കിട്ടുകയും നല്ലൊരു മസാജും, ഒപ്പം ആ ഡ്രൈനെസ് മാറാനായിട്ട് അവിടെ നിന്ന് പെഡിക്യൂർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങളുടെ കാലുകൾക്ക് കിട്ടും. എന്താ പറയുക, സൗന്ദര്യ സംരക്ഷണത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട രണ്ട് സാധനമാണ് കയ്യും കാലും. അത് വളരെ സോഫ്റ്റും ബ്യൂട്ടിഫുള്ളും ഒപ്പം വളരെ കെയറായിട്ടും നിലനിർത്താൻ പാർലറിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് മാനിക്യൂറും പെഡിക്യൂറും. അത് നോട്ട് ഓൺലി ഫോർ ലേഡീസ്, ജെൻസും ഉറപ്പായിട്ടും ചെയ്യുക. അത് എക്സ്പീരിയൻസ് ചെയ്യുക. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉറപ്പായിട്ടുണ്ടാവും. ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ ഫീറ്റും നമ്മുടെ ഹാൻഡൊക്കെ വളരെ സോഫ്റ്റും വളരെ ക്ലിയർ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക, നമുക്ക് ഒരു സൗന്ദര്യ സംരക്ഷണത്തെക്കാൾ ഉപരി നമുക്കൊരു ഹൈജീനിക്കായിട്ടിരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്, അതായത് സലൂൺ നടത്തുന്ന അല്ലാത്ത ആളുകളുണ്ടല്ലോ, നോർമലി നമ്മുടെ ചാനൽ കാണുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് അതൊന്ന് ഫീൽ ചെയ്യുക, ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഞാൻ പ്രത്യേകിച്ചും ജെൻസിനോട് പറയണം, നിങ്ങൾ പോയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഒരു പെഡിക്യൂർ. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നിങ്ങൾ മാസത്തിലൊരിക്കൽ ഉറപ്പായിട്ട് സലൂണിൽ പോയിട്ട് പെഡിക്യൂർ ചെയ്തിരിക്കും. ആ ഒരു സർവീസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ കാണുന്ന സാധാരണക്കാർക്ക് വേണ്ടി. അടുത്തത് പറയാൻ പോകുന്നത് സലൂൺ നടത്തുന്നവർക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ പെഡിക്യൂർ ടബ് ലക്ഷറിയസ് ആയിട്ട് പല തരത്തിലുള്ള ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് ടബ് 2500 മുതൽ അതിൻ്റെ ഫുൾ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 lakhന് മുകളിലേക്ക് വരുന്ന സിസ്റ്റം വരെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആ സിസ്റ്റം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നം നമുക്ക് ഇരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. ആ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ആ 2-3 ടബും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സലൂൺ ഇൻഡസ്ട്രിയിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സെഗ്മെൻറ്റാണ് മാനിക്യൂർ പെഡിക്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ സമീപത്തായിട്ട് നമ്മൾ ഇതിങ്ങനെ വിൽക്കുന്ന സമയത്ത് ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെഡിക്യൂർ ചെയറിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടണോ, ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇത് സിസ്റ്റം വരിക. കാരണം ഇങ്ങനെ ചേർത്ത് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പലപ്പോഴും എന്ത് സംഭവിക്കുക, ഒന്നെങ്കിൽ കസ്റ്റമർ നേരെ കാല് വെച്ചിട്ട് ചവിട്ടി കയറും. ആ ചവിട്ടി കയറുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലാ നമ്മൾ വെള്ളം അങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സാധനത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അതോടെ സ്റ്റക്കായി പോവുകയും ചെയ്യും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു. മാത്രമല്ല ലേഡീസിനും പ്രത്യേകിച്ച് ഏജ്ഡായ ആളുകൾക്ക് ഇതിലിങ്ങനെ കയറി ഇരുന്നിട്ട് പിന്നെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ പെഡിക്യൂറിൻ്റെ ചെയറിൽ നമ്മൾ ചെയ്തൊരു സംവിധാനമാണ്. ഇപ്പോൾ കസ്റ്റമർക്ക് ഇതിലേക്ക് ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു സാധനം തന്നെ നമ്മൾ, അപ്പോൾ കസ്റ്റമർക്ക് സുഖമായിട്ട് കണ്ടോ, നമുക്ക് ഇതുപോലെ കയറി ഇരിക്കാനും പറ്റും. അതിനുശേഷം ഇത് ലോക്ക് ചെയ്യാനും പറ്റും. കറക്റ്റായിട്ട് നമുക്ക് ഇരുന്നിട്ട് ആ സംവിധാനത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനവും, പിന്നെ കസ്റ്റമർക്ക് കുറച്ച് ചിലപ്പോൾ ചിലർക്ക് കുറച്ച് വണ്ണം കൂടുതലായിരിക്കും, എന്നെപ്പോലെ ഈ വണ്ണം കൂടുതലാണ്, ഏകദേശം വണ്ണം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കസ്റ്റമേഴ്സിനെ കുറച്ച് ഒരു റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനം അങ്ങനെയും കൂടി നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്.
നമ്മൾ കുറേ കാലമായിട്ട് കസ്റ്റമേഴ്സിനുള്ളൊരു പരാതിയായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് സുഖമായിട്ട് പെഡിക്യൂറിനകത്തേക്ക് കയറാൻ കഴിയും. അപ്പോൾ സലൂൺ പുതിയ ആളുകൾ നിലവിലുള്ളവർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ പുതിയതായി തുടങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം വഴി സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, സലൂണിൽ സർവീസ് എടുക്കുമ്പോൾ പല റേറ്റാണ് നിങ്ങളുടെ നിന്ന് മേടിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ കാണിച്ച പോലത്തെ സിസ്റ്റം യൂസ് ചെയ്യുന്ന പോലെ ആവില്ല. ഈ ഒരു ചെറിയ ടബ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന സർവീസ് ചാർജ് അത് വേറെ ആയിരിക്കും. അങ്ങനെ പല ടബ് തന്നെ പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഇതേപോലെ ഒരു ജക്കോസി സെറ്റ്, പിന്നെ അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കണതാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കൺസ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം. ഇതിൽ നമുക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യാൻ രണ്ടും ഒരുമിച്ച് കിടക്കും. ഇതിൽ തന്നെ വെള്ളം വരും. ഇതിന് കൺട്രോൾ ചെയ്യാനുള്ള വാൽവ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മൾ കയറി ഇരുന്നതിന് ശേഷം പെഡിക്യൂർ ടബ് വലിച്ച് വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കയറിയിരിക്കുമ്പോൾ ഉള്ള പ്രശ്നമില്ല. വർക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതേപോലെ തന്നെ അകത്തേക്ക് തള്ളി വയ്ക്കുകയും ചെയ്യാം. ഒപ്പം വെള്ളം ഇവിടെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് ഡ്രെയിനായി പോയിക്കോളും. അതിന് പ്രത്യേകം കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അതിൽ തന്നെ നമുക്ക് ബോഡി മസാജ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിന് കൺട്രോൾ ചെയ്യാനുള്ള ഇലക്ട്രോണിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ മസാജറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇത് കൺട്രോൾ ചെയ്യാനുള്ള സാധനം കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ. അങ്ങനെ പെഡിക്യൂറിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് ചാർജ് നമ്മൾ മേടിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന പെഡിക്യൂറിൻ്റെ റേറ്റ് ആവില്ല നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ മേടിക്കണം. ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നതാവില്ല ആ ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ച ഇതിൽ മേടിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി അനുസരിച്ചിട്ട് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പല തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് പെഡിക്യൂറിൽ തന്നെ പല ഓപ്ഷൻ സിസ്റ്റം പോലെ ഉണ്ട്, പലതരത്തിലുള്ള ഫെസിലിറ്റി. ഇപ്പോൾ ഇതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ബാക്കിലേക്ക് പോകില്ല, കയറിയിരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം, പ്രത്യേകിച്ചും ഈ ഒരു റിമൂവ് ചെയ്യാനുള്ള സംവിധാനം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ അറിയിക്കുക. ചാനലിൽ തുടർ വീഡിയോ ഇനിയിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഇന്ന പോരായ്മകളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങളിൽ നിന്ന് ശ്രവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. പലപ്പോഴും പിന്നെ പലരും ചോദിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാറില്ല, തിരക്ക് മൂലം. തിരക്കില്ലാത്ത സമയത്ത് നോക്കിയിട്ടാണ് പലപ്പോഴും ഇത് ചെയ്യാറ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പാർലറുകളിലോ സലൂണുകളിലോ പോയിട്ട് ഒരു പെഡിക്യൂറോ മാനിക്യൂറോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒരു ഫീൽ എന്തായിരുന്നു എന്നുള്ളത് കമൻ്റായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് എഴുതിയിട്ടാൽ മതി. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഈ സലൂൺ ഇൻഡസ്ട്രിയിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അത് നമുക്കും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. കൂടുതൽ വീഡിയോകൾ നല്ലതായിട്ട് ചെയ്യാൻ നമുക്കുള്ളൊരു പ്രചോദനം കൂടിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ കണ്ട ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ കൂടി ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം, നമ്മുടെ ചാനലിലുള്ള വീഡിയോ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സുഹൃത്തുക്കൾ കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ മിഡാസ് ടീം ഇനിയും വരും. അതുവരെത്തേക്കും തൽക്കാലം ബൈ.